മധുരം ജീവിത സായാഹ്നം മഹനീയം ഈ സായം സന്ധ്യ ഭയമിനിയും വേണ്ട കണ്ണീരും വേണ്ട കർത്താവാം ദൈവം കരം പിടിക്കും. ലോകമെമ്പാടുമുള്ള എല്ലാ ഗുഡ്നസ് TV പ്രേക്ഷകരെയും വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ മധുരം ജീവിത സായാഹ്നം എന്ന ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് കുടുംബങ്ങളിൽ ഏറ്റവും അധികം അവഗണിക്കപ്പെടുന്ന ഒരു വിഭാഗം എന്ന് പറയുന്നത് മാതാപിതാക്കൾക്ക് പ്രായമാകുമ്പോൾ അവരെ മൂലക്കിരുത്തുന്ന അനുഭവം, വേണ്ടത്ര പരിഗണനയോ ശ്രദ്ധയോ കൊടുക്കാത്ത അനുഭവം. എന്നാൽ ചില നല്ല കുടുംബങ്ങളുണ്ട്, മാതാപിതാക്കളെ ദൈവത്തെ പോലെ കരുതുന്ന മക്കളുടെ നല്ല കുടുംബം, സ്നേഹവും യോജിപ്പുമുള്ള കുടുംബം. അതുപോലൊരു നല്ല കുടുംബത്തെ ഇന്ന് നമുക്ക് ഈ എപ്പിസോഡിൽ പരിചയപ്പെടാം. ഇരിങ്ങാലക്കുട രൂപതയിലെ ആളൂർ സെന്റ് ജോസഫ്സ് ഇടവകയിൽപ്പെട്ട ചുങ്കൻ ഭവനത്തിലെ ദേവസിക്കുട്ടി, 94 വയസ്സുള്ള ആ പിതാവും ജീവിത പങ്കാളി മേരി, 90 വയസ്സുള്ള മേരി, ഇവർ രണ്ടുപേരുടെയും കുടുംബമാണ്. ദൈവം സമ്മാനമായി 5 മക്കളെ ദൈവം നൽകി. അതിൽ ഒരു മകനും 4 പെൺമക്കളും. ഒരു മകൾ സിസ്റ്ററായി, സിസ്റ്റർ മേഴ്സി എന്ന പേരിൽ സെന്റ് ജെറോം എന്ന സന്യാസ സഭയിൽ, സ്പെയിൻ ആസ്ഥാനമായുള്ള സഭയിൽ, കേരളത്തിലെ ഏക മഠം അത് പുനലൂരാണ്, അവിടെ ശുശ്രൂഷ ചെയ്യുന്നു. അപ്പോൾ ദൈവം തെരഞ്ഞെടുത്ത, ദൈവം കൂടെ വസിക്കുന്ന ഈ നല്ല കുടുംബത്തിൻ്റെ സ്നേഹത്തിൻ്റെ കൂട്ടായ്മയുടെ നല്ല വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. ഇത് ചുങ്കൻ ദേവസിക്കുട്ടി മേരി ദമ്പതികളുടെ ഭവനം. തൃശൂർ ജില്ലയിലെ ആളൂരിലാണ് ഇവരുടെ ഭവനം സ്ഥിതി ചെയ്യുന്നത്. സെന്റ് ജോസഫ് ചർച്ച് ആളൂരാണ് ഇവരുടെ ഇടവക ദേവാലയം. ഇതാണ് ദേവസിക്കുട്ടി മേരി ദമ്പതികൾ. പ്രാർത്ഥനാ നിർഭരമായ ജീവിതത്തിലൂടെ കുടുംബത്തിൽ ദൈവാനുഗ്രഹം നേടിക്കൊടുക്കുന്നവരാണിവർ. ദൈവകൃപയാൽ അനുഗ്രഹീതമായ കുടുംബമാണ് ഇവരുടെ കുടുംബം. പ്രിയമുള്ളവരെ, നമ്മുടെ അടുക്കൽ ഒരുമിച്ച് ജീവിതം ആരംഭിച്ചിട്ട് 70 വർഷത്തിന് മുകളിലായ മാതാപിതാക്കന്മാരാണ് നമുക്കുള്ളത്. 94 വയസ്സും 90 വയസ്സുമുള്ള ഇവർ ദൈവം നൽകിയ വലിയ അനുഗ്രഹത്തിൻ്റെ, സമ്മാനത്തിൻ്റെ കഥകൾ, മക്കളിലൂടെ നൽകിയ അനുഭവങ്ങൾ എല്ലാം നമുക്ക് ഇവരിൽ നിന്ന് തന്നെ കേട്ടറിയാം. ചേട്ടനോട് ചോദിക്കട്ടെ, പിന്നെ സുഖമാണോ ഇപ്പോൾ? സുഖമാണ്. സമാധാനവും സന്തോഷവും ഉണ്ട്? എല്ലാം കൊണ്ടും സന്തോഷമുണ്ട്. അതെന്താണ് കാരണം? എന്തെന്ന് എനിക്കറിയാൻ പറ്റില്ല. ഇവിടെ ഒരു വക ദുഃഖദുരിതങ്ങളും ഇല്ല. പിന്നെ ഇങ്ങനെ ഇടയ്ക്ക് 2-3 പ്രാവശ്യം വീണ് ഒരു ഗഡുവൊക്കെ പറ്റി, അതൊക്കെ മാറി. അതും സുഖമായിപ്പോ. മക്കളെല്ലാവരും നല്ലതുപോലെ സംരക്ഷിക്കുന്നുണ്ടല്ലോ അല്ലേ? എൻ്റെ ഒരു മോള് പുനലൂർ മഠത്തില് 54 വയസ്സായവർക്ക് നാള് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ വരാൻ പറ്റില്ല. അങ്ങനൊക്കെ ഉണ്ട്. ഇവിടെ ആരാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ സംരക്ഷിക്കുന്നത്? സംരക്ഷിക്കാൻ മകനുണ്ട് ജോലി. അതിൻ്റെ ജോലി, അവൻ്റെ 2 കുട്ടികളുണ്ട്. ഇത്രയാളെ ഇവിടെ ഉള്ളൂ. നല്ലോളൂ ചേട്ടൻ്റെ മക്കളൊക്കെ.
നല്ല സമാധാനവും സന്തോഷവും ഉണ്ട്. ഇവിടെ ഒരു വക കുഴപ്പങ്ങളുമില്ല. മക്കള് തമ്മിലും ഒരു കുഴപ്പമില്ല. നിങ്ങൾ ഒരുമിച്ച് കൂടാറുണ്ടോ? ഒരുമിച്ച് വരും, അവര് വരും, അവർക്ക് പോവും. വഴക്കാളൊന്നുമില്ല. എന്തിനാ വഴക്കുണ്ടാക്കണം? ഈ നിങ്ങളുടെ വിവാഹ ജീവിതത്തിന്റെ 70 വർഷത്തിന് മുകളിലായല്ലോ. എന്തെങ്കിലും പ്രത്യേക സന്തോഷത്തിന്റെ അനുഭവം ഓർക്കുന്നുണ്ടോ? നിങ്ങളുടെ സന്തോഷവും ദുഃഖവും ഉണ്ടായിട്ടുണ്ട്. സുഖക്കേടുകൾ വരുന്ന ദുഃഖമായി. വളരെയധികം ദുഃഖം. ദൈവം കൈവിട്ടില്ല എന്ന് മാത്രമുള്ളൂ. എനിക്ക് പല അപകടം സംഭവിച്ചപ്പോ പിന്നെ ഈ കുടുംബത്താരുണ്ടാവുക. ജോലി കൊച്ചാണ്. പിന്നെ ജോലി വലുതായി. നാല് പെൺകുട്ടികളും ഒരു ആൺകുട്ടിയാണ് ഇതുള്ളത്. അങ്ങനെ വളരെ വിഷമത്തിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളൊക്കെ ഉണ്ടായി. ഇപ്പൊ അതിനൊക്കെ സമാധാനമായി. ഇപ്പൊ സമാധാനമായി, സന്തോഷമായി. മക്കള് നല്ലതുപോലെ സംരക്ഷിക്കുന്നു. പ്രത്യേകിച്ച് കൂടെയുള്ള മരുമകളെ കുറിച്ച് മുമ്പേ ചേട്ടൻ പറഞ്ഞല്ലോ, സ്വന്തം മകളെ പോലെ അല്ലേ? സ്വന്തം മകളേലും കൂടുതലായിട്ട് അവർ സ്നേഹിക്കുന്നുണ്ട്. അമ്മായിയമ്മനെ ഇട്ടുകൊണ്ട് നടക്കും. അമ്മായിയമ്മ എടുത്തോണ്ട് നടക്കും. അത് മിണ്ടാട്ടം മുട്ടി കിടക്കുക. അതിന് ഭക്ഷണം വയലിൽ കൊത്തി കൊടുക്കും, വെള്ളം കൊടുക്കും, അതിന് കുളിപ്പിക്കും. എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പൊ ഏതായാലും സമാധാനമായിട്ട് സന്തോഷമായിട്ടും കഴിയുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ കേട്ടോ. മക്കളെല്ലാവരും പൊന്നുപോലെയാണ് ഇവരെ പരിപാലിക്കുന്നത്. അത് അവരുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാം. എൻ്റെ പേര് റോസി. എൻ്റെ ഭർത്താവിൻ്റെ പേര് ജോസ്. അയാൾ മരിച്ചിട്ട് 27 വർഷം കഴിഞ്ഞു. എനിക്ക് 2 മക്കളാണ്. വിവാഹം ചെയ്തിരിക്കുന്നത് ചൗക്കയിലേക്കാണ്. മകൻ സ്ഥലത്തില്ല, അതുകൊണ്ട് വന്നിട്ടില്ല. പിന്നെ മകളാണുള്ളത്. അവളെ പരിഹാരത്തേക്ക് കല്യാണം കഴിച്ചിരിക്കണേ. ഇപ്പോൾ അവർ ചൗക്കയിലാണ് താമസിക്കുന്നത്. പിന്നെ മാതാപിതാക്കൾ നിന്ന് കണ്ടുകിട്ടിയിരിക്കുന്ന നല്ല അനുഭവങ്ങൾ. അപ്പൻ എന്നും പള്ളി പോകുമായിരുന്നു. പിന്നെ വളരെ അച്ചടക്കത്തിലാണ് ഞങ്ങൾ വളർത്തിയത്. അപ്പൻ വളരെ പാവമായിരുന്നു. ആദ്യം സാമ്പത്തികമായിട്ട് അധികം ഇതൊന്നും ഉണ്ടായില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ് ജീവിച്ചിരുന്നത്. പള്ളിയിൽ പോകുന്ന കാര്യത്തിലെല്ലാം ഭയങ്കര നിർബന്ധമായിരുന്നു. എല്ലാ ദിവസവും അപ്പം പള്ളിയിൽ പോയിരുന്നു. അമ്മ നല്ല ശീലങ്ങളെല്ലാം പഠിപ്പിച്ച് സന്ധ്യാസമയത്ത് പ്രാർത്ഥന എല്ലാവരും നിർബന്ധമായി ചൊല്ലിക്കൊള്ളണമെന്ന് നിർബന്ധമായിരുന്നു. സന്ധ്യയാകുമ്പോൾ അപ്പനും അമ്മയും ഞങ്ങളെല്ലാവരും കൂടി സന്ധ്യാപ്രാർത്ഥന എല്ലാ ദിവസവും ചൊല്ലാറുണ്ടായിരുന്നു. അങ്ങനെ നല്ല ഒരു ചെറുപ്രായത്തിൽ നല്ലൊരു ജീവിതമാണ് ഞങ്ങൾ നയിച്ചിരുന്നത്. ഞാൻ രണ്ടാമത്തെ മകള് എൽസി. എൻ്റെ ഭർത്താവ് ജോൺസൺ. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 8 വർഷമായി. വീട് വരാക്കര. പിന്നെ അപ്പനും അമ്മയും വളരെ ചെറുപ്പം നാളെ തുടങ്ങി നല്ല ഭക്തരായിരുന്നു. അവർ ദിവസവും പള്ളിയിൽ പോവുകയും വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ അപ്പനൊരു 84 വയസ്സായപ്പോൾ അപ്പന് ബ്ലഡ് കോട്ടായി. അതിനുശേഷം ആൾക്ക് പള്ളിയിൽ പോകാൻ സാധിച്ചില്ല. പക്ഷേ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടേ കിടക്കുള്ളൂ. അതുപോലെ അമ്മയും എപ്പോഴും കൊന്ത ചൊല്ലിയും അവരുടെ ഈ പ്രായം എപ്പോഴും ദൈവത്തിൽ മാത്രം ആശ്രയിക്കുന്നവർ. മാതാവിനോടും ഈശോയോടും അവർക്ക് നല്ല ഭക്തിയാണ്. അവരെ കൂടുതലായിട്ട് നോക്കുന്നത് ജോയും അവൻ്റെ ഭാര്യയും മക്കളുമാണ്. അവർ നന്നായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യും. ഏതൊരു സമയത്തും അവരുടെ കൂടെ ഉണ്ടവർ. അമ്മ എപ്പോഴും നല്ല ഒരു സ്നേഹമുള്ള വ്യക്തിയായിരുന്നു. എപ്പോഴും നല്ല കാര്യങ്ങൾ മാത്രമേ പറയുള്ളൂ. ആരെക്കുറിച്ചും ഒന്നും പൊട്ടിയായിട്ടൊന്നും സംസാരിക്കില്ല. നല്ല കാര്യങ്ങൾ മാത്രമേ എല്ലാവരെക്കുറിച്ചും എപ്പോഴും ഞങ്ങൾക്ക് പറഞ്ഞു തരാറുള്ളൂ. അങ്ങനെ അവരുടെ ആ നന്മ കണ്ടാണ് ഞങ്ങൾ വളർന്നത്. ചെറുപ്പനാളെ അവർ നല്ല പോലെ അവരുടെ അപ്പനെയും അമ്മയെയും രോഗികളായി കിടന്നപ്പോൾ അവർ 2 വർഷം രാവും പകലില്ലാതെ ആ അമ്മ അവരെ ശുശ്രൂഷിക്കുമായിരുന്നു. ഇവിടെ വന്നതും കൊണ്ട് ഇത്രയും നല്ല പെരുമാറ്റമുള്ള ഒരു മാതാപിതാക്കന്മാരെ ഞാൻ ആദ്യമായിട്ട് കാണാം. അത്രയും ദൈവഭക്തിയും
പിന്നെ സ്നേഹവും കുടുംബം നന്നായി കൊണ്ടുപോകുന്നതിന് കഴിവുള്ള മാതാപിതാക്കന്മാരാണ് ഇവർ രണ്ടുപേരും. പിന്നെ ഇന്ന് ഇവിടെ വന്നാലും നല്ല കാര്യങ്ങളെക്കുറിച്ച് എന്നും സംസാരിക്കും. ദൈവികമായ കാര്യങ്ങളെക്കുറിച്ചും പ്രാർത്ഥനയെക്കുറിച്ചും മറ്റ് നമ്മൾ ജീവിതത്തിൽ നല്ല രീതിയിൽ നടക്കേണ്ടതായ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും പറഞ്ഞു തരുന്ന മാതാവും പിതാവുമാണ് ഇവിടെയുള്ളത്. എൻ്റെ പേര് ലില്ലി. എന്നെ കല്യാണം കഴിച്ചിരിക്കുന്നത് താഴൂർക്ക്. എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് ജേക്കബ്. ഞങ്ങൾക്ക് 2 മക്കളാണുള്ളത്, ഒരു ആണും ഒരു പെണ്ണും. മോനിവിടെ ഇല്ല. മോളെ കെട്ടിച്ചേക്കുന്നത് തുറവങ്ങാട്ടേക്ക്. 5 വർഷമായി അവരുടെ കല്യാണം കഴിഞ്ഞിട്ട്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 33 വർഷമായി. നല്ലൊരു അപ്പനും നല്ലൊരു അമ്മയുമാണ്. ഞങ്ങൾ കൂടുതൽ എന്തെന്നാ പറയുക, നല്ലൊരു സന്തോഷത്തിൽ ഞങ്ങളെ വളർത്തി വലുതാക്കി കൊണ്ടുവന്നു. അപ്പന് പെട്ടെന്ന് തന്നെ പാടില്ലാണ്ടായി. പിന്നെ കുറച്ച് നാളിങ്ങനെ കിടപ്പിലായിരുന്നു. അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു. പിന്നെ അപ്പൻ കാലത്ത് തന്നെ പള്ളിയിൽ പോവും, അമ്മയും പോവും. എന്നും കുർബാന സ്വീകരിക്കും. 364 ദിവസം അപ്പം പള്ളിയിൽ പോവും. അങ്ങനെയായിരുന്നു ഞങ്ങളുടെ ജീവിതം. എന്നും അപ്പന് എരുമയുണ്ട്. എരുമേനെ കറക്കും. കറന്ന് കൊണ്ടുവന്ന് വെച്ച് അമ്മ ചായ തിളപ്പിച്ച് കൊടുക്കും. ആ ചായയും കുടിച്ച് അപ്പം പള്ളിയിൽ പോവും. ഞങ്ങൾ സ്കൂളിലേക്ക് പോവും. അങ്ങനെയായിരുന്നു. പാടത്ത് കൃഷി ചെയ്യും. കൊയ്ത്തുകാർ വന്ന് കൊയ്യും. ആ കാലഘട്ടം അങ്ങനെയായിരുന്നു. അങ്ങനെ ഞങ്ങൾ വളർന്നു. ഞങ്ങളെയൊക്കെ എല്ലാവരെയും ഓരോരുത്തരുടെ കൈകളിൽ ഏൽപ്പിച്ചു. ഞങ്ങളൊക്കെ സന്തോഷമായിട്ടിരിക്കുന്നു. യാതൊരു കുഴപ്പമില്ല. വളരെ സന്തോഷത്തോടുകൂടി ഞങ്ങൾ ജീവിക്കുന്നു. പിന്നെ ഇവിടെ ഞങ്ങളുടെ കൂടെ വിവാഹം കഴിച്ചിരിക്കുന്ന എൻ്റെ ഭാര്യ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വളരെ സന്തോഷത്തോടുകൂടി എല്ലാവരോടും സ്നേഹത്തോടുകൂടി പെരുമാറും. നല്ല രീതിയിലുള്ള പെരുമാറ്റങ്ങളാണ് ഇതുവരെ ജീവിച്ചു പോന്നിട്ടുള്ളത്. അപ്പനും അമ്മയും നല്ല സ്നേഹമുള്ളവരാണ്. ഞങ്ങളോട് വളരെ സന്തോഷത്തോടെ പെരുമാറാറുള്ളൂ. നല്ല കാര്യങ്ങൾ മാത്രമേ പറഞ്ഞു തരാറുള്ളൂ. ഞാൻ ഈ കുടുംബത്തിലെ ഏറ്റവും താഴെയുള്ള ആളാണ്. എനിക്ക് 4 ചേച്ചിമാരാണ്. അതിൽ 3 പേരുടെ വിവാഹം കഴിഞ്ഞു. ഒരാൾ സിസ്റ്ററാണ്. പുനലൂർ മഠത്തിലാണ് ഇപ്പോൾ സേവനം അനുഷ്ഠിക്കുന്നത്. സെൻറ്റ് ജെറോം മഠക്കാരാണ് അവർ. 30 വർഷം വിദേശത്തായിരുന്നു, സ്പെയിനിലായിരുന്നു. ഇപ്പം നാട്ടിൽ വന്നിട്ട് ഒരു 10 വർഷത്തോളമുണ്ട്. എനിക്ക് ഭാര്യയും 2 മക്കളും. എൻ്റെ ഭാര്യ ഷിൻസി. മൂത്ത മകൻ വിദേശത്താണ്. അവൻ മാൾട്ടയിൽ പഠിക്കാൻ പോയിരിക്കുകയാണ്. താഴെയുള്ള ആൾ ജോയൽ. അവനിപ്പോൾ ജർമ്മൻ ഭാഷ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അവനും അധികം വൈകാതെ ജർമ്മനിക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. പിന്നെ വീട്ടിൽ അപ്പനും അമ്മയും വയ്യാതെ വർഷങ്ങളായിട്ട്, ഇപ്പോൾ ഒരു 2014 ആണ് അപ്പനൊരു സ്ട്രോക്ക് വന്ന് വയ്യാണ്ട് ആയത്. അതിന് ഇപ്പോൾ അമ്മയ്ക്ക് വയ്യായി വന്നത് ഒരു 6 മാസമൊക്കെ ആയിട്ടുള്ളൂ. അമ്മ കാലിന് സുഖമില്ലാതെ വീണ് കാലിൻ്റെ എല്ല് പൊട്ടി. കാര്യങ്ങളൊക്കെ അമ്മയ്ക്ക് സ്വന്തം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. അതിൽ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് എൻ്റെ ഭാര്യ ഷിൻസിയാണ്. വളരെയധികം കഷ്ടപ്പെട്ടാണ് അവൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. പിന്നെ അപ്പനും അമ്മയും കുറിച്ച് ഓർക്കണമെങ്കിൽ ഓർമ്മയിൽ വരുന്നത്, എനിക്ക് ചെറിയ സമയത്ത് എന്നെ താഴേക്കാട് കുരിശുമുത്തപ്പൻ്റെ അവിടേക്ക് ഞങ്ങൾ നടന്നാ പോവാറ്. ഒരു കർഷക കുടുംബത്തിലുള്ള എൻ്റെ അപ്പനും അമ്മയും ഞങ്ങളെ വളരെയധികം പരിപാലിച്ചു. വളരെ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി ഇതുവരെ കൊണ്ടുവന്നാക്കി. പിന്നെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ചെയ്യുന്നത് എൻ്റെ ഭാര്യ ഷിൻസിയാണ്. അവൾക്ക് പ്രത്യേകം എന്തോരം നന്ദി പറഞ്ഞാലും ദൈവത്തിൻ്റെ മുന്നിൽ ഒന്നും ആവില്ല. അപ്പനും അമ്മയും വളരെ സ്നേഹത്തിലും സന്തോഷത്തിലാണ് ജീവിച്ചതും ഇതുവരെ അവരുടെ കാര്യങ്ങൾ എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നതും ദൈവകൃപയാൽ നല്ല ഒരു അനുഗ്രഹം കൊണ്ട് അങ്ങനെ നടന്നു പോകുന്നു. ഇപ്പോൾ അമ്മയ്ക്ക് വയ്യെങ്കിലും അപ്പൻ്റെതായ കാര്യങ്ങളൊക്കെ അപ്പന് സ്വന്തമായി ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അമ്മയ്ക്ക് മാത്രം ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്. അത് എൻ്റെ ഭാര്യയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഞങ്ങൾ ജോലിക്കാരെ വയ്ക്കാൻ സാധിക്കാണ്ടല്ല, എങ്കിലും അവർക്ക് വേണ്ടിയിട്ട് എത്ര ജോലിക്കാർ വന്നാലും അത് നടപടിയുള്ള കാര്യമല്ല. അത് സ്വന്തം മക്കളുടെ സ്ഥാനത്ത് നിന്ന് ചെയ്യുന്നത് എപ്പോഴും അതിനേലും ഗുണം ചെയ്യുന്ന ഒരു കാര്യമില്ല. ജോലിക്കാർ അവരുടെ കാര്യങ്ങളല്ലേ ചെയ്യുള്ളൂ.
സ്വന്തം മോള് ചെയ്യുന്ന പോലെയാണ് എൻ്റെ ഭാര്യ ചെയ്യുന്നത്, ശുശ്രൂഷിക്കുന്നത്. ഞാനിവിടെ വിവാഹം കഴിഞ്ഞ് വന്നിട്ട് 24 വർഷങ്ങൾ പൂർത്തിയാവുന്നു. ഞാൻ വന്ന കാലം തുടങ്ങി അപ്പനും അമ്മയും എന്നോട് സ്വന്തം മകളെ പോലെ, ഒരു മകളെ എങ്ങനെ സ്നേഹിക്കുമോ അതുപോലെയാണ് എന്നെ സ്നേഹിച്ച് സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കുടുംബ പ്രാർത്ഥന മുടങ്ങിയ ഒരു ചരിത്രം എൻ്റെ ഓർമ്മയിലില്ല. എന്നും കുടുംബ പ്രാർത്ഥന ചെല്ലണമെന്നുള്ളത് അപ്പനും അമ്മയ്ക്കും നിർബന്ധമാണ്. അതിനൊരു സമയമുണ്ട്. 8:30 സമയത്താണ് ഞങ്ങൾ കുടുംബ പ്രാർത്ഥന നടത്താറ്. അതുപോലെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയായിരുന്നു വിവാഹം കഴിഞ്ഞ് വരുന്ന സമയത്ത്. അപ്പോൾ എനിക്ക് ഒരു വീട് എങ്ങനെ സംരക്ഷിക്കണമെന്നോ അല്ലെങ്കിൽ ഇവിടുത്തെ എങ്ങനെ ഒരു വീട് മുന്നോട്ട് കൊണ്ടുപോകണമെന്നോ എനിക്കറിയില്ലായിരുന്നു. അതൊക്കെ അമ്മയും അപ്പനും കൂടിയാണ് എന്നെ കൂടുതലായിട്ട് പഠിപ്പിച്ചത്. അവരുടെ സഹായ സഹകരണം കൊണ്ട് അവരെൻ്റെ കൂടെ നിന്ന് ഒരു വീട് എങ്ങനെ കൊണ്ട് സംരക്ഷിക്കണമെന്ന് അവർ പറഞ്ഞ് പഠിപ്പിച്ചു തന്നു. അതുപോലെ എൻ്റെ മക്കളുണ്ടായിരുന്നപ്പോഴും അവരെ ദൈവവിശ്വാസത്തിലും വളർത്താനും അവരൊരുപാട് എന്നെ സഹായിച്ചിട്ടുണ്ട്. അതുപോലെ അവരെ ദിവസവും പള്ളിയിൽ കൊണ്ടുപോകാറുണ്ട്. അപ്പൻ ദിവസവും പള്ളിയിൽ പോകുന്ന ആളാണ്. അപ്പോൾ അപ്പൻ പോകുമ്പോൾ എൻ്റെ മക്കളെയും കൊണ്ടുപോകും. അങ്ങനെ അവരെ വിശ്വാസത്തിൽ വളർത്താൻ എന്നെ കൂടുതൽ സഹായിച്ചത് അപ്പനും അമ്മയും കൂടിയാണ്. അതുപോലെ ഇപ്പോൾ അമ്മയ്ക്ക് വയ്യാത്ത ഒരവസ്ഥയാണ്. വീണ് കാലിന് ഫ്രാക്ചർ വന്ന് അമ്മ നടക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. അമ്മയുടെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കേണ്ട ഒരവസ്ഥയാണ്. എങ്കിലും അത് വളരെ സന്തോഷത്തോടെ ഞാൻ ചെയ്യാണ്. കാരണം എന്നെ ഇത്രയുമെങ്കിലും വളർത്തിയതും എന്നെ ഇത്രയൊക്കെ നന്നായി ജീവിക്കാൻ അവർ പ്രേരിപ്പിച്ചതിന് ഞാൻ അവർക്ക് ചെയ്യേണ്ട ഒരു കടമയായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. പിന്നെ അപ്പനെപ്പോഴും ഒരു മകളെ പോലെയാണ് സംരക്ഷിക്കുക. ഇവിടുത്തെ അമ്മ സ്വന്തം അമ്മയെ ഒരു 6 മാസത്തോളം സംരക്ഷിച്ചതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അമ്മ ഇതേപോലെ തന്നെ കിടപ്പിലായിരുന്ന ഒരവസ്ഥയിൽ ഇവിടുത്തെ അമ്മയുടെ അമ്മയെ സംരക്ഷിച്ചിരുന്നത്. അത് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഞാൻ ചെയ്യുന്നതൊന്നും അത്ര അധികമല്ല. പിന്നെ എനിക്ക് അവരെ ശുശ്രൂഷിക്കുന്നതിൽ വളരെയധികം സന്തോഷവും അതിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. മധുരം ഇന്നും ഈ കുടുംബത്തിൽ നിലനിൽക്കുന്ന ഐക്യത്തിന്റെ കാരണം ഈ മാതാപിതാക്കളുടെ പ്രാർത്ഥനയാണ്. ഈ സായം സന്ധ്യ ഭയമിനിയും വേണ്ട, കണ്ണീരും വേണ്ട, കർത്താവാം ദൈവം. പേരക്കുട്ടികൾക്കൊപ്പം സമയം ചിലവഴിക്കുമ്പോഴാണ് ഇവർ ഏറെ സന്തുഷ്ടരാകുന്നത്. കണ്ണീരും വേണ്ട, കർത്താവാം ദൈവം കരം പിടിക്കും. ഹലോ, എൻ്റെ പേര് ജോയൽ. ഞാൻ ഈ അപ്പാപ്പൻ്റെ അമ്മാമ്മയുടെയും ലാസ്റ്റത്തെ പേരക്കുട്ടിയാണ്. അപ്പോൾ ഇവരെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ നല്ല കാര്യങ്ങളാണ് പറയാനുള്ളത്. ചെറുപ്പം തൊട്ട് എന്നെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുകയും അവരുടെ കൂടെ കുറേ സമയം ചിലവഴിക്കാനൊക്കെ എനിക്ക് പറ്റിയിട്ടുണ്ട്. അപ്പാപ്പൻ്റെ കൂടെയാണ് ചെറുപ്പത്തിൽ പള്ളിയിൽ പോകാറും ബാക്കി കാര്യങ്ങളൊക്കെ. അമ്മാമ്മയുടെ കൂടെ ഉറക്കം, അമ്മാമ്മയുടെ പല കാര്യങ്ങളും ഞാൻ നോക്കാറുണ്ട്, അമ്മേനെ സഹായിക്കാറുണ്ട്. അമ്മയ്ക്ക് പെട്ടെന്ന് തിരക്കൊക്കെ വന്നു കഴിഞ്ഞാൽ അമ്മാമ്മയ്ക്ക് ഭക്ഷണം കൊടുക്കാനൊക്കെ എന്നെയാണ് ഏൽപ്പിക്കാറ്. അത് വളരെ സന്തോഷത്തോടു കൂടി ചെയ്യാനാണ് എനിക്കിഷ്ടം. അതിപ്പോഴും ചെയ്യാറുണ്ട്. ഇപ്പോൾ അമ്മാമ്മയുടെ അടുത്തല്ല കിടക്കുന്നത്. അമ്മാമ്മയ്ക്ക് കുറച്ച് വയ്യായും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം മാറി കിടക്കണേ. കുറേ സമയം ഇവരായിട്ട് ചിലവ് ചെയ്യാറുണ്ട്. അപ്പാപ്പൻ്റെ കൂടെയാണ് ഞാൻ ചെറുപ്പത്തിൽ പള്ളിയിലൊക്കെ പോയിക്കൊണ്ടിരുന്നത്. അത് നല്ലൊരു പ്രചോദനമായിരുന്നു. ഇപ്പോഴും പറ്റുന്ന സമയങ്ങളൊക്കെ പള്ളിയിലൊക്കെ പോകാറുണ്ട്. പിന്നെ അമ്മാമ്മയാണ് എനിക്ക് പ്രാർത്ഥനകളും കുരിശ് വരപ്പിക്കാനൊക്കെ പഠിപ്പിച്ചു തന്നെ. അതുപോലെ ചേട്ടൻ ഇവിടെ ഉള്ളപ്പോൾ നന്നായിട്ട് തന്നെയാണ് അപ്പാപ്പനും അമ്മയോട് പെരുമാറാറും. പിന്നെ ഇവരുടെ നിന്ന് കുറേ കാര്യങ്ങൾ ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്. മൂത്ത പേരക്കുട്ടി എന്ന നിലയ്ക്ക് എനിക്കാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ആനുകൂല്യങ്ങൾ കിട്ടിയിരിക്കുന്നത്. എല്ലാ ആവശ്യങ്ങൾക്കും വെക്കേഷനും എല്ലാ കാര്യങ്ങളും എന്നെ ഇവിടെ കൊണ്ടുവരലും എല്ലാ കാര്യങ്ങൾക്കും ഞാനിവിടെ ഇപ്പോഴും ഇവിടെ എനിക്ക് സജീവമായിട്ട് തന്നെ നിൽക്കാൻ പറ്റുന്നുണ്ട്. അച്ഛനും ആൻറ്റിയും അമ്മയമ്മമാരും എല്ലാവരായിട്ടും നല്ല കമ്പനിയാണ്. പിന്നെ എൻ്റെ മക്കളും ഇവിടെ വരാനും മറ്റാർക്കും കിട്ടാത്ത പോലെ എൻ്റെ മക്കൾ ഇവിടെ വരാനും ഇവിടെ നിൽക്കാനും എല്ലാ അവസരം ഞങ്ങൾക്ക് ഇവർ തരുന്നുണ്ട്. എൻ്റെ പേര് റോസ്മരിയ ഷാജൻ. ഞാൻ ഇവിടുത്തെ അമ്മയുടെ വീട്ടിലാണ് വന്നിരിക്കുന്നത്. എൻ്റെ മുത്തപ്പാപ്പൻ മുത്തമാമൻ നല്ല സ്വഭാവമുള്ളവരാണ്. എനിക്ക് അവരെ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. എൻ്റെ പേര് നവീൻ. എനിക്ക് 18 വയസ്സായി. ഞാൻ +2ലാണ് പഠിക്കണേ. ഇതെൻ്റെ അമ്മാമ്മയുടെ അപ്പനും അമ്മയാണ്. ഞാനിവിടെ ഇടയ്ക്കൊക്കെ വരാറുള്ളൂ. പക്ഷെ വരുമ്പോൾ എല്ലാവരും കൂട്ടുകുടുംബമായിട്ടാണ് കാണാറ്.
അപ്പാപ്പനും അമ്മാമ്മയും എപ്പോഴും ഒരു കൂട്ടുകുടുംബ ഫാമിലിയായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കണവരാണ്. മറ്റുള്ളവരെ സഹായിച്ചും അവരോട് സ്നേഹിച്ചും അങ്ങനെയാണ് ഞാൻ ഇവരെ ചെറുപ്പം തൊട്ട് കണ്ടേണേ. പിന്നെ അപ്പാപ്പനെ വരുമ്പോൾ എന്നോട് എൻ്റെ വിശേഷങ്ങൾ ചോദിക്കുകയും അമ്മാമ്മയാണെങ്കിലും എൻ്റെ കാര്യങ്ങളൊക്കെ തിരക്കാറുണ്ട്. പിന്നെ ഇവരെ ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങോട്ട് വരാറുള്ളൂ. പിന്നെ വരുമ്പോഴൊക്കെ എല്ലാവരും നല്ല സന്തോഷത്തിലും കൂട്ടൊരുമയിലും ഒക്കെയാണ് കാണാറ്. അപ്പാപ്പനും അമ്മാമ്മയും ആണെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കേണ്ട സാഹചര്യങ്ങളിൽ സഹായിക്കുകയും എല്ലാവരോടും ഒത്തൊരുമയിൽ സ്നേഹത്തിലൊക്കെയാണ് ഞാൻ കണ്ടേനെ. പ്രിയമുള്ളവരെ, ഒരു നല്ല അച്ഛൻ എന്ന് ഇടവക ജനം ഒന്നടങ്കം വിളിക്കുന്ന ജോയി കടമ്പാട്ടച്ഛൻ, അച്ഛൻ ഈ ചുങ്കൻ ഭവനത്തിലെ ഇടയനാണ്. മാസാമാസം ദിവികാരുണ്യം കൊണ്ട് കൊടുത്ത് ഇവരോട് നല്ല ബന്ധം പുലർത്തുന്ന അച്ഛൻ. ഈ കുടുംബത്തെ കുറിച്ചുള്ള അച്ഛൻ്റെ വാക്കുകളിലേക്ക് നമുക്ക് പോകാം. സ്നേഹമുള്ളവരെ, ചുങ്കൻ ദേവസ്ചേട്ടൻ്റെ കുടുംബം ഈ ഇടവകയിൽ വളരെ പുരാതനമായൊരു കുടുംബമാണ്. ഈശ്വര ഭക്തിയിലും ഒപ്പം തന്നെ പരസ്പര സ്നേഹത്തിലും കുടുംബ ബന്ധങ്ങളിലും ഊന്നി നിൽക്കുന്ന വലിയ നല്ല ഒരു കുടുംബമാണിത്. ഈ കുടുംബത്തിൽ ഞങ്ങളൊക്കെ കയറി ചെല്ലുമ്പോൾ പലപ്പോഴും ഈ ദേവസ്ചേട്ടനെ കാണാൻ പോകുമ്പോൾ ആ ചുറ്റുപാടുമുള്ള അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ വരികയും അവിടെ ആ സ്നേഹം പങ്കുവയ്ക്കുകയും ഒക്കെ കാണുന്നത് വലിയൊരു സുന്ദരമായൊരു കാഴ്ചയാണ്. ഈ കുടുംബത്തിൽ എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ ദേവസ്വയുടെ മരുമകൾ ജോയി എന്നൊരു മകനേ ഉള്ളൂ, അവൻ്റെ ഭാര്യയാണത്. ഒരുപാട് ജോലികളൊക്കെ ഉണ്ട്, കാറ്ററിംഗ് ജോലിയാണ്. പക്ഷെ അതിനിടയിലും ഈ അപ്പച്ചനെയും അമ്മച്ചിയെയും ശുശ്രൂഷിക്കാൻ ഒരുപാട് സമയം കണ്ടെത്തുകയാണ്. അത് വലിയൊരു ഒരു കാര്യമാണ്. ഇന്നത്തെ തലമുറയ്ക്ക് കൈമോശം വന്നുകൊണ്ടിരിക്കുന്ന വലിയ ഒരു രീതിയാണത്. പക്ഷേ ഈ ജോയിയുടെ ഭാര്യ, ഒപ്പം തന്നെ ജോയി, അവരുടെ കുഞ്ഞു മക്കളൊക്കെ ഈ മാതാപിതാക്കന്മാർ അപ്പച്ചനെയും അപ്പാപ്പനെയും അമ്മാമ്മയൊക്കെ ശുശ്രൂഷിക്കുന്നത് ഒരുപാട് സ്നേഹത്തോടെ കൗതുകത്തോടെ ഞങ്ങളൊക്കെ നോക്കി നിൽക്കാറുണ്ട്. ഈ കുടുംബത്തിന് ഐശ്വര്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് ഈ ഇടവക സമൂഹത്തിന് വലിയൊരു മാതൃകാ കുടുംബമായിട്ട് മാറട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. ചേർന്ന തന്ത്രികൾ മീട്ടും സംഗീതം, രാഗമായി താളമായി യേശുവുണ്ടെങ്കിൽ കുടുംബം ഒരു മനോഹര ഗാനം. തീൻമേശയിലും ഇവർ സ്നേഹത്തോടെ ഒന്നിക്കുന്നു, പങ്കുവയ്ക്കുന്നു. ഈ കൂടിച്ചേരൽ കുടുംബ ബന്ധങ്ങളെ ദൃഢമാക്കുകയാണ്. ഇതാണ് ചുങ്കൻ കുടുംബം സമൂഹത്തിനും ക്രൈസ്തവ കുടുംബങ്ങൾക്കും നൽകുന്ന മാതൃക. ഇന്ന് മക്കൾ എങ്ങനെ മാതാപിതാക്കളെ, പ്രത്യേകിച്ച് അവർക്ക് പ്രായമാകുമ്പോൾ അവരെ കരുതണം എന്ന ഒരു നല്ല സന്ദേശം പത്തനംതിട്ട മലങ്കര രൂപത മെത്രാൻ അഭിവന്യ സാമുവേൽ മാർ
ഐറേനിയോസ് പിതാവ് ഇപ്പോൾ നൽകുന്നത് നമുക്ക് കേൾക്കാം. പ്രിയപ്പെട്ടവരെ, വൃദ്ധജനങ്ങൾ ഒരു ഭാരമല്ല, ഒരു ശല്യമല്ല, ഒരു അനുഗ്രഹമാണ്, ഒരു സമ്പത്താണ് എന്ന് മക്കളും സമൂഹവും എപ്പോഴും അംഗീകരിക്കേണ്ടതുണ്ട്. ഒന്ന് തീർച്ചയാണ്, വൃദ്ധജനങ്ങൾക്ക് കൊടുക്കുന്ന പരിഗണന ഒരു നാടിൻ്റെ ധാർമ്മികതയുടെയും സംസ്കാരത്തിൻ്റെയും വളർച്ചയുടെയും ഐശ്വര്യത്തിൻ്റെയും ആ ഒരു ഉരകല്ലാണ്, അടിത്തറയാണ് എന്നതിൽ യാതൊരു സംശയമില്ല. നമ്മുടെ കുടുംബങ്ങളും നമ്മുടെ നാടും വൃദ്ധജനങ്ങൾക്ക് അർഹിക്കുന്ന പ്രാധാന്യം നൽകി തലമുറകൾ അനുഗ്രഹീതമായി തീരാൻ ഇടയായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യും. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറന്നു പോകരുതാത്ത 2 പേരുണ്ട് നമ്മുടെ മാതാപിതാക്കൾ. ഒരിക്കലും മറക്കാനാവില്ല. കാരണം എല്ലാ സുഖസൗകര്യങ്ങളും സ്വയം ത്യജിച്ച് മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരപ്പൻ, എല്ലാ വേദനകളിലും മക്കളോടൊപ്പം നിൽക്കുന്ന അമ്മ, ഇവരോടുള്ള കടപ്പാട് ഒരു ജീവിതം കൊണ്ട് തീർത്താൽ തീരില്ല. മാതാപിതാക്കളെ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് കിട്ടിയതല്ല, പക്ഷെ നമ്മൾ മാതാപിതാക്കളുടെ പ്രാർത്ഥനയുടെ ഫലമാണെന്ന് നമ്മൾ ഓർക്കണം. സമാധാനത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, കൂട്ടായ്മയുടെ അനുഭവം, പങ്കുവയ്ക്കുന്ന അനുഭവം. സാധാ കർഷക കുടുംബം, ആ കർഷക കുടുംബത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നെങ്കിലും ദൈവത്തിൽ പിടിമുറുക്കി വിശ്വാസത്തിനനുസരിച്ച് ജീവിച്ച് മക്കളെ അതുപോലെ വളർത്തിയ നല്ല മാതാപിതാക്കൾ. മാതാപിതാക്കൾ എങ്ങനെ കൊടുക്കുന്നുവോ അതാണ് മക്കൾ. ആ മക്കളുടെ നന്മ മാതാപിതാക്കളുടെ നന്മയാണ്. പ്രിയമുള്ളവരെ, അനുഗ്രഹീതമായ ഈ ചുങ്കൻ കുടുംബത്തിന്, മാതാപിതാക്കൾക്കും മക്കൾക്കും പേരക്കുട്ടികൾക്കും ഗുഡ്നസ് ടിവിയുടെ ഒരു സ്നേഹ സമ്മാനം വളരെ സന്തോഷത്തോടെ നൽകുന്നു. ഇതോടുകൂടി മധുരം ജീവിത സായാഹ്നം എന്ന ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ആഴ്ച നല്ല ഒരു കുടുംബത്തിന്റെ നല്ല വിശേഷങ്ങളുമായി വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. നന്ദി. ഈ കുടുംബത്തിലെ പുതിയ തലമുറയിലെ മക്കൾക്ക് പൊതുസമൂഹത്തോട് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു സ്നേഹവചനമുണ്ട്. പ്രഭാഷകൻ 3-ാം അധ്യായം 6-ാം വാക്യം. പിതാവിനെ ബഹുമാനിക്കുന്നവൻ ദീർഘകാലം ജീവിക്കും. കർത്താവിനെ അനുസരിക്കുന്നവൻ തന്റെ അമ്മയെ സന്തോഷിപ്പിക്കുന്നു. മധുരം ജീവിത സായാഹ്നം എന്ന ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്താൻ ഇതുപോലെ മാതാപിതാക്കളെ സംരക്ഷിക്കുന്ന മാതൃകാ കുടുംബങ്ങൾ നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കുക. ഫാദർ സെബാസ്റ്റ്യൻ നെടിയാനി VC, ഫോൺ 9847719190. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഫോൺ 8111848719.